ഹലോ ഫ്രണ്ട്സ്, ബെർണൂളിസ് ഇക്വേഷൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ബെർണൂളിസ് ഇക്വേഷൻ ഫോർ റിയൽ ഫ്ലൂയിഡ്സും അതുപോലെ തന്നെ ഐഡിയൽ ഫ്ലൂയിഡ്സും പറഞ്ഞു. നൗ ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണൂളിസ് ഇക്വേഷൻ. നമുക്ക് 3 പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് വെഞ്ചുറി മീറ്റർ, സെക്കൻഡ് വൺ ഈസ് ഓറിഫൈസ് മീറ്റർ ആൻഡ് തേർഡ് വൺ ഈസ് പിറ്റോ ട്യൂബ്. ഇതിനകത്ത് വെഞ്ചുറി മീറ്റർ ആൻഡ് ഓറിഫൈസ് മീറ്റർ ഇത് രണ്ടും റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ത്രൂ എ പൈപ്പ് കണ്ടുപിടിക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് ആണ്. വെഞ്ചുറി മീറ്ററും ഓറിഫൈസ് മീറ്ററും ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഡിവൈസസ് ആണ്. ആൻഡ് പിറ്റ് ട്യൂബ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ എ പൈപ്പ് ഓർ എ ചാനൽ. വെലോസിറ്റി ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പിറ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വെഞ്ചുറി മീറ്ററോ ഓറിഫൈസ് മീറ്ററോ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ വെഞ്ചുറി മീറ്റർ. വെഞ്ചുറി മീറ്റർ ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. നോക്കുക, ഈ 2 റോസ് നിറത്തിലുള്ള പൈപ്പുകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ബ്ലൂ കളറുള്ള പാർട്ടിനാണ് നമ്മൾ വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാവ് എ ഷോർട്ട് കൺവേർജിങ് പാർട്ട്. ഷോർട്ട് കൺവേർജിങ് പാർട്ട് ഉണ്ട്. ഇതാണ് കൺവേർജിങ് പാർട്ട് എന്ന് പറയുകയാണെങ്കിൽ. ആൻഡ് ദിസ് ഈസ് ദ ത്രോട്ട് ഉണ്ട് ആൻഡ് എ ഡൈവേർജിങ് പാർട്ട്. ആൻഡ് ദ വെഞ്ചുറി മീറ്റർ കൺസിസ്റ്റ് ഓഫ് എ ഷോർട്ട് കൺവേർജിങ് പാർട്ട്, എ ത്രോട്ട് ആൻഡ് എ ഡൈവേർജിങ് പാർട്ട്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. സോ നമ്മൾ ഇതിനകത്ത് 2 സെക്ഷൻസ് കൺസിഡർ ചെയ്യുക. ഒന്ന് ഇൻലെറ്റിൽ സെക്ഷൻ 1 അറ്റ് ഇൻലെറ്റ് ആൻഡ് സെക്ഷൻ 2 അറ്റ് ത്രോട്ട്. സെക്ഷൻ 1-ൽ ഇൻലെറ്റും സെക്ഷൻ 2-ൽ ത്രോട്ടുമാണെന്ന് വിചാരിക്കുക. സോ ഫസ്റ്റ് D1 is the diameter at the inlet or at section 1. A1 is the area of cross section at section 1. V1 is the velocity at section 1 and P1 is the pressure at section 1. Section 1-ലുള്ള diameter ആണ് D1, area A1 ആണ്, velocity V1 and pressure is P1. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് വാല്യൂസ് സെക്ഷൻ 2-ലും എടുക്കാം. നമുക്ക് എന്തായാലും അതിൻ്റെ ഡെറിവേഷൻ നോക്കാം. എക്സ്പ്രഷൻ ഫോർ ദ റേറ്റ് ഓഫ് ഫ്ലോ ത്രൂ വെഞ്ചുറി മീറ്റർ. D1 എന്ന് പറഞ്ഞെങ്കിൽ ഡയമീറ്റർ അറ്റ് ഇൻലെറ്റ് അല്ലെങ്കിൽ സെക്ഷൻ 1, P1 പ്രഷർ അറ്റ് സെക്ഷൻ 1, V1 വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് അറ്റ് സെക്ഷൻ 1, A1 is the area at section 1, that is pi/4 D1 square, and D2, P2, V2, A2 are corresponding values at section 2 അല്ലെങ്കിൽ ത്രോട്ട്. ഇനി applying Bernoulli's equation at section 1 and 2. At section 1 and 2 എന്താണ് Bernoulli's equation? നമുക്കറിയാം P1 by rho g plus V1 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2. നോക്കാം, Z1 Z2 എന്ന് പറഞ്ഞാൽ ഡാറ്റത്തിൽ നിന്നുള്ള ഹൈറ്റ് ആണ് അല്ലേ. സോ ഇവിടെ ഏത് ഡാറ്റത്തിൽ നിന്നും നോക്കുകയാണെങ്കിലും ഹൈറ്റ് വിൽ ബി സെയിം. കാരണം എന്താ, ഇതൊരു സ്ട്രെയിറ്റ് വെഞ്ചുറി മീറ്റർ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പൈപ്പാണ് അല്ലേ, ഒരു ഹൊറിസോണ്ടൽ പൈപ്പാണെന്ന് പറയാം. ഈ പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പൈപ്പ് ആയതുകൊണ്ട് ഡാറ്റത്തിൽ നിന്നുള്ള ഹൈറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. ഒരു ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ Z1-ഉം Z2-ഉം തമ്മിൽ മാറ്റം ഉണ്ടായേനെ. പക്ഷേ ഇത് ഹൊറിസോണ്ടൽ പൈപ്പ് ആയതുകൊണ്ട് ആസ് ദ പൈപ്പ് ഈസ് ഹൊറിസോണ്ടൽ Z1 is equal to Z2. That is P1 by rho g plus V1 square by 2g is equal to P2 by rho g plus V2 square by 2g. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി നോക്കാം.
P1 by rho g minus P2 by rho g is equal to V2 square by 2g minus V1 square by 2g. അല്ലെങ്കിൽ P1 minus P2 by rho g is equal to ഇതിനങ്ങനെ തന്നെ എഴുതി V2 square by 2g minus V1 square by 2g. And what is P1 minus P2 by rho g? It is a difference of pressure heads at section 1 and 2. അതെ, നമുക്കറിയാം P is equal to rho g h ആണ്. That is h is equal to P by rho g. h എന്ന് പറഞ്ഞെങ്കിൽ പ്രഷർ ഹെഡ് ആണ് അല്ലേ. സോ ഇവിടെ ഉള്ളത് രണ്ട് സെക്ഷനെയും P1 minus P2 by rho g ആണ്. There is a difference in pressure heads at section, അത് അങ്ങനെ തന്നെ എഴുതാം. That is P1 minus P2 by rho g is equal to is the difference in pressure heads. Difference in pressure heads between the sections 1 and 2, and it is equal to h. പ്രഷർ ഹെഡിന് എച്ചിന് ഈക്വൽ ആണ്. സോ P1 മൈനസ് P2 ബൈ റോ ജി ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2g മൈനസ് V1 സ്ക്വയർ ബൈ 2g എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? h ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2g മൈനസ് V1 സ്ക്വയർ ബൈ 2g. ഇനി ഈ രണ്ട് സെക്ഷൻസ് തമ്മിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. എന്താണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞെങ്കിൽ A1 V1 ഇസ് ഈക്വൽ ടു A2 V2 ഇസ് ഈക്വൽ ടു A3 V3. ഏത് സെക്ഷനിൽ എടുത്താലും അവിടുത്തെ ഡിസ്ചാർജ് സെയിം ആയിരിക്കും എന്നുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ സെക്ഷൻ 1ലും 2ലും അപ്ലൈ ചെയ്യാം. അപ്ലൈയിങ് continuity equation A1 V1 is equal to A2 V2. സോ നമ്മൾ ഇവിടെ V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ V1 is equal to A2 V2 divided by A1. വാല്യൂവിനെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ H is equal to V2 square by 2g minus V1 square എന്ത് കൊടുക്കാം? A2 V2 by A1 whole square by 2g which is equal to V2 square by 2g നെ പുറത്തെടുക്കുക. V2 square by 2g നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 മൈനസ് ഇവിടെ V2 square by 2g നെ പുറത്തു കഴിഞ്ഞാൽ A2 square by A1 square. A2 square by A1 square. V2 square by 2g into 1 minus A2 square by A1 square എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു V2 square by 2g into A1 square minus A2 square divided by A1 square എന്ന് പറഞ്ഞ് കിട്ടും. square by 2g into A1 square minus A2 square divided by A1 square എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു h. സോ നമുക്ക് വേണ്ടത് V2 സ്ക്വയർ ബൈ 2g. V2 സ്ക്വയർ ബൈ 2g ഇസ് ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2g എഴുതാം. അല്ലെങ്കിൽ V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2g വേണ്ട. V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ 2g ഇങ്ങോട്ട് കൊണ്ടുവരിക 2gh ഇൻറ്റു A1 സ്ക്വയർ ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ എന്നൊന്ന് കിട്ടി. V2 സ്ക്വയർ മാത്രമാണ് നിർത്തുക. V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gh ഇൻറ്റു A1 സ്ക്വയർ ഡിവൈഡ് ബൈ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ നേരെ തിരിഞ്ഞു പോകും. നമുക്ക് വേണ്ടത് V2 ആണ്. V2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh ഇൻറ്റു A1 സ്ക്വയർ ഡിവൈഡ് ബൈ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് V2 ഈസ് ഈക്വൽ ടു A1 സ്ക്വയറിൻ്റെ റൂട്ട് എന്നുണ്ടെങ്കിൽ A1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്
a1 square minus a2 square into root 2 gh എന്ന് വന്ന് കിട്ടി v2. v2 is equal to a1 square റൂട്ട് എന്ന് പറഞ്ഞെങ്കിൽ a1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a1 square minus a2 square into root 2 gh കിട്ടി v2 എന്ന് പറയണമെങ്കിൽ. സോ ആ പൈപ്പിലൂടെ നമ്മുടെ ത്രോട്ടിലൂടെ ഒഴുകുന്ന വാട്ടറിൻ്റെ വെലോസിറ്റി നമുക്ക് കിട്ടി. v2 എന്ന് പറയണമെങ്കിൽ വെലോസിറ്റി അറ്റ് സെക്ഷൻ 2 ആയിരുന്നു അല്ലേ. സോ ആ വാട്ടറിൻ്റെ വെലോസിറ്റി, ത്രോട്ടിലൂടെ ഒഴുകുന്ന വാട്ടറിൻ്റെ വെലോസിറ്റി നമുക്ക് കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്ന എന്തായിരുന്നു? വെഞ്ചുറിമീറ്റർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന? ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പൈപ്പിലൂടെ ഒഴുകുന്ന വാട്ടറിൻ്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വെഞ്ചുറിമീറ്റർ യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ഡിസ്ചാർജ് Q ഈസ് ഈക്വൽ ടു A2V2 അല്ലെ, ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ് ഡിസ്ചാർജ് എന്ന് പറയണമെങ്കിൽ. അതിൽ V2 നമുക്ക് കിട്ടി. A2 എന്ന് പറയണമെങ്കിൽ ഏരിയ ഓഫ് ത്രോട്ടാണ് A2 അല്ലെ. ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് Q ഈസ് ഈക്വൽ ടു A2V2 ആണ്. സോ Q ഈസ് ഈക്വൽ ടു V2 നമുക്ക് കിട്ടി, ഇതിനോട് A2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. സോ Q ഈസ് ഈക്വൽ ടു A1 A2 മൾട്ടിപ്ലൈ ചെയ്തു, A1 A2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് 2 GH. ഇറ്റ് ഈസ് ദ ഇക്വേഷൻ used to find the discharge through a venturimeter. This Q is equal to A1 A2 divided by root of A1 square minus A2 square into root 2 GH. Question important ആണ്. And this equation is used to find the rate of flow through a venturimeter for ideal fluids. നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡിന് എടുക്കുന്ന പോലെ തന്നെയാണ് ബെർണൂൾസ് ഇക്വേഷൻ അപ്ലൈ ചെയ്തത് അല്ലേ. അത് നമ്മൾ തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്ന് പറയാം. തിയററ്റിക്കൽ ഡിസ്ചാർജ്. ദിസ് Q ഈസ് Q തിയററ്റിക്കൽ. ആൻഡ് ടു ഗെറ്റ് Q actual, not to get Q actual, we have to multiply it with a coefficient called as coefficient of venturimeter CD. CD വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ദറ്റ് ഈസ് CD ഇൻറ്റു A1 A2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് 2 GH. Q തിയററ്റിക്കലിനെക്കാളും എപ്പോഴും ചെറുതായിരിക്കും Q ആക്ച്വൽ എന്ന് പറയണമെങ്കിൽ. Q തിയററ്റിക്കൽ ആയിരിക്കും വലുത്, Q ആക്ച്വലിനെക്കാളും വലുത് എപ്പോഴും Q തിയററ്റിക്കൽ ആയിരിക്കും. സോ CD വിൽ ബി ലെസ് ദാൻ 1 ഓൾവേസ്. CD എന്ന് പറയണമെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. വാല്യൂ എന്ന് പറയണമെങ്കിൽ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. സോ യൂസിങ് ദിസ് ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് ദ ഡിസ്ചാർജ് ത്രൂ ദാറ്റ് വെഞ്ചുറിമീറ്റർ അല്ലേ. സോ CD നമുക്ക് ആ വെഞ്ചുറിമീറ്ററിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് നമുക്ക് എപ്പോഴും അറിയുന്നുണ്ടാവും. A1 എന്ന് പറയണമെങ്കിൽ ഇൻലെറ്റിൻ്റെ ഡയമീറ്റർ ഫിക്സ്ഡ് ആണ്. A2 എന്ന് പറയണമെങ്കിൽ ത്രോട്ടിൻ്റെ ഡയമീറ്റർ അതും ഫിക്സ്ഡ് ആണ്. റൂട്ട് 2 GH നമുക്ക് Hൻ്റെ വാല്യൂ മാത്രം കണ്ടാൽ മതി. ആ Hൻ്റെ വാല്യൂ നമ്മളൊരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. വാല്യൂ ഓഫ് H നമ്മൾ ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ, ഇതിനകത്ത് നമ്മളൊരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. വെഞ്ചുറിമീറ്റർ കാണിച്ചിട്ടുണ്ട്, ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് ആ Hൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ ആ ഡിഫറൻഷ്യൽ മാനോമീറ്ററിലെ റീഡിങ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ആ പൈപ്പിലെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് വെഞ്ചുറിമീറ്ററിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ. സോ ഫസ്റ്റ് ഈ വാല്യൂ ഓഫ് Hന് 4 കേസുകൾ പഠിക്കാണ്ട്. ഫസ്റ്റ് case first is the differential manometer contains a liquid which is heavier than the liquid flowing through the pipe.
flowing through the pipe. സാധാരണ എടുക്കുന്ന പോലെ തന്നെ ഡിഫറൻഷ്യൽ മാനോമീറ്ററിലുള്ള ലിക്വിഡ്, മാനോമെട്രിക് ലിക്വിഡ് എന്ന് പറയണമെങ്കിൽ ഹെവിയർ ലിക്വിഡ് ആവുന്ന കേസിൽ എച്ച് വിൽ ബി ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് എച്ച് ബൈ എസ് ഒ മൈനസ് 1. H is equal to x into SH divided by SO minus 1. And what is SH, what is SO, and what is X? SH is the specific gravity of the heavier liquid. SH എന്ന് പറഞ്ഞെങ്കിൽ specific gravity of H, that is of heavier liquid, manometric liquid. SO is the specific gravity of liquid flowing through the pipe. Liquid flowing through the pipe. ആ പൈപ്പിലൂടെ പോകുന്ന വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഏത് ലിക്വിഡാണ് ആ ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് SO എന്ന് പറയണമെങ്കിൽ, SH എന്ന് പറയണമെങ്കിൽ മാനോമെട്രിക് ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ആൻഡ് X is the difference of heavier liquid column in യൂട്യൂബിലുള്ള ഹെവിയർ ലിക്വിഡ് കോളത്തിൻ്റെ ഈ ഡിഫറൻസിനാണ് നമ്മൾ എക്സ് എന്ന് പറയുകയാണെങ്കിൽ. എക്സ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ ഹെവിയർ ലിക്വിഡ്, ഡിഫറൻസ് ഓഫ് ദ ഹെവിയർ ലിക്വിഡ് ഇൻ യൂട്യൂബ്. ഹെവിയർ ലിക്വിഡ് കോളത്തിൻ്റെ ഡിഫറൻസിനാണ് നമ്മൾ എക്സ് എന്ന് പറയുകയാണെങ്കിൽ. ആൻഡ് ദിസ് ഈസ് ദ കേസ് 1. ആൻഡ് കേസ് 2 എന്ന് പറയണമെങ്കിൽ ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണ്ടെയ്ൻസ് എ ലിക്വിഡ് വിച്ച് ഈസ് ലൈറ്റർ ദാൻ ദ ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ്. നമ്മൾ ഇൻവേർട്ടഡ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ കേസിലൊക്കെ പറഞ്ഞിരുന്നു അല്ലേ, ലൈറ്റർ ലിക്വിഡ് മാനോമെട്രിക് ലിക്വിഡും ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ് ഹെവിയർ ലിക്വിഡ് ആവുന്ന കേസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് മാനോമെട്രിക് ലിക്വിഡ് ലൈറ്റർ ആണെങ്കിൽ, ലൈറ്റർ ആൻഡ് ഫ്ലോയിങ് ലിക്വിഡ് ഹെവിയർ ആവുന്ന കേസിൽ എച്ച് വിൽ ബി ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 മൈനസ് എസ് എൽ ബൈ എസ് ഒ. എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 മൈനസ് എസ് എൽ ബൈ എസ് ഒ. ഇതിനകത്ത് എസ് എൽ മാത്രം ഉണ്ടാവുക. എസ് എൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലൈറ്റർ ലിക്വിഡ്. ലൈറ്റർ ലിക്വിഡ് അല്ലേ, ആ മാനോമീറ്ററിലുള്ള ലൈറ്റർ ലിക്വിഡാണ് ലൈറ്റർ ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് എസ് എൽ എന്ന് പറയണമെങ്കിൽ. സോ ദിസ് ഈസ് ദ കേസസ് ഇൻ കേസ് ഓഫ് എച്ച് കണ്ടുപിടിക്കാനുള്ള കേസസ് ഇത് രണ്ടുമാണ്. ഇനി ഇൻക്ലൈൻറ്റിൻ്റെ 2 കേസ് ഉണ്ട്. ഇത് ഇൻക്ലൈൻറ്റ് മാനോമീറ്ററിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് ഇക്വേഷനകത്തുള്ള വെഞ്ചുറി മീറ്ററിൻ്റെ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ടത് മസ്റ്റാണ്. ദറ്റ് ഇസ് ക്യൂ ആക്ച്വലി ഈസ് ഈക്വൽ ടു സി ഡി ഇൻറ്റു A1 A2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് 2GH. അതിനകത്ത് എച്ച് കാണുന്ന 2 കണ്ടീഷൻസും എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു SH by SO minus 1 in case of heavier liquid in manometer, and in case of lighter liquid manometer H will be equal to x into 1 minus SL by SO. Thank you.